ഇന്നത്തെ ദിവസമെങ്കിൽ ഈ ജോലി തിരക്കൊക്കെ ഇത്തിരി നേരം മാറ്റി വെക്കേണ്ട രാജേട്ടാ. കമ്പനിയിലെ അക്കൗണ്ട്സിലെ ചില പ്രശ്നങ്ങളാ സുമിത്ര. എപ്പൊ നോക്കിയാലും അച്ഛന്റെ ഓഫീസ് കാര്യങ്ങളാ. അച്ഛന്റെ ആണെങ്കിലും നമ്മുടെ സ്വന്തം കമ്പനി തന്നെയല്ലേ, അതാ. കമ്പനി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ഫാമിലിയും. പറ, എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? അമൃത വലിയ പ്രതീക്ഷയിലാ. സ്റ്റേറ്റ്സിൽ പോയി മ്യൂസിക്കിൽ PhD എടുക്കാന്നുള്ളത് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹ. പേപ്പേഴ്സ് ഒക്കെ റെഡി ആയിട്ടിരിക്കല്ലേ. അതിന് അവളിപ്പോ മുമ്പേന്ന് തിരിച്ചെത്തിയതല്ലേ ഉള്ളൂ. അതെ, എന്നാലും അച്ഛന് തീരുമാനമൊന്നറിയാൻ. രാജേട്ടൻ അച്ഛനോടൊന്ന് സംസാരിക്കോ? അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. അച്ഛൻ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. അമൃതയുടെ കാര്യത്തിലും അതങ്ങനെ തന്നെ വരൂ. ഇനി ചെറിയച്ഛനും ചെറിയമ്മയും. ഇപ്പൊ കറക്റ്റായി അല്ലേ ആശേ? പക്ഷേ സാരിയുടെ പ്ലീറ്റ് ശരിയാക്കി തരാനല്ലാതെ കൊള്ളാവുന്ന വല്ലതും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റൂന്ന് കൂടി നിങ്ങളുടെ അച്ഛനെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിലേ മ്യൂസിക് കമ്പനിയുടെ CEO ആയിട്ട് നിങ്ങളുടെ ഏട്ടൻ വിലസുന്നത് അധികം വൈകാതെ നമ്മൾ കാണേണ്ടി വരും. ആരോടാ ഞാൻ മത്സരിക്കണ്ടേ? എന്റെ ഏട്ടനോടോ? എന്തിനാ ആശ ഈ മത്സര ബുദ്ധിയൊക്കെ? ഹോ, ഇങ്ങനെ ഒരു നിർഗുണ പരബ്രഹ്മം, കരയുന്ന കുഞ്ഞിനെ പാലുള്ള മനുഷ്യ. അച്ഛനങ്ങനെ ആരോടൊരു വേർതിരിവും. മിണ്ടി പോകരുത്. ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. രാജേട്ടന്റെ സുമിത്രേട്ടത്തിന്റെ മക്കൾക്ക് കിട്ടുന്ന സ്ഥാനമാണോ നമ്മുടെ മക്കൾക്ക് ഈ വീട്ടിലുള്ളത്? ആണോ? എല്ലാം നിന്റെ ഓരോ തോന്നലുകളാ. സത്യത്തില് ഇങ്ങനൊരു തിരുമണ്ടൻ പതുക്കെ ചുറ്റും നടക്കുന്നതൊന്നും കണ്ടാലും തിരിച്ചറിയാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ല. അതാ പ്രശ്നം. അത് ഞാൻ നമ്മുടെ രാകേഷും ശ്രുതി എന്താ അച്ഛന്റെ ചെറുമക്കളല്ലേ? അമൃതയെ മാത്രം ഈ വീട്ടിൽ എല്ലാവർക്കും വലിയ പുന്നാരാണല്ലോ. നമ്മുടെ ശ്രുതിയും അവളെ പോലെ തന്നെയല്ലേ? അവൾ എത്ര സന്തോഷായിട്ട് ഇവിടെ നമ്മുടെ കൂടെ ജീവിച്ചേനെ. അത് പറ്റില്ല. വിനീതിന്റെ വീട്ടിൽ നിന്നാ മതിയെന്ന് അച്ഛൻ നിർബന്ധം പിടിച്ചതോ? അത് പിന്നെ കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താവിന്റെ വീട്ടിലല്ലേ ആശ നിൽക്കണ്ടേ? അല്ല, നീ ഈ വീട്ടിലല്ലേ നിൽക്കുന്നേ, അല്ലാതെ ഞാൻ നിന്റെ വീട്ടിലൊന്നുമല്ലോ നിൽക്കുന്നേ. മതി, രാവിലെ എന്റെ മൂട് കളയാൻ വരരുത്. ആശ,